ഹലോ ഫ്രാൻസ്, ഞാനിന്ന് ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ ട്വിസ്റ്റഡ് ആയിട്ടുള്ളതാണ്, പൂവാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ കൊല വലിയ പൂക്കുലയാണ്, ചെറിയ പൂവാണ്. ഉണ്ടോ, ചെറിയ പൂവാണ്. ഇതിലിപ്പോൾ ഒരു 3-4 കൊല ഉണ്ട്. ഇതിൻ്റെ പ്ലാന്റ് കുറച്ച് വലുതാണ്. ഇത് കുറച്ച് പഴക്കമുള്ള പ്ലാന്റാണ് കേട്ടോ. 4 വർഷമൊക്കെ പഴക്കമുള്ള പ്ലാന്റാണ്. ഇതാണ്ട് ഒരു കുഞ്ഞു മുട്ട് വരുന്നു. അപ്പുറത്ത് ഓരോരുത്തർ വരുന്നുണ്ട്. ഇതിൻ്റെ കമ്പുകൾ കണ്ടോ, ഭയങ്കര വണ്ണം, വലിയ പ്ലാന്റാണ്. ഇത് കമ്പിൻ്റെയും വേരിൻ്റെയൊക്കെ വെയിറ്റ് കൊണ്ടേ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് ഞാൻ വെച്ചേർന്നത്. അതൊന്നാൾ കാറ്റ് വന്നിട്ട് വീശിയിട്ട് അതൊക്കെ താഴേക്ക് ചെരിഞ്ഞു. ഇതിൻ്റെ വെയിറ്റ് എന്താ വെച്ചാൽ ഇതിൽ തൈകളും നിറച്ചുണ്ട്. ഈ കൊമ്പുകളുടെയും വെയിറ്റ് കണ്ട, തൈകൾ എത്ര ഉണ്ടായിരിക്കുന്നത്, ഹെൽത്തി തൈകൾ, നല്ല വലിയ പ്ലാന്റാണ് കണ്ടോ. ഇത്രയും വലിയ തൈകളാണ് ഉണ്ടായിരിക്കുന്നത്, നല്ല വേരുകളും. ഇതിലൊക്കെ മുട്ട് വരാറായ തൈകളാണ് കേട്ടോ. തലപ്പത്ത് ചിലതിൻ്റെയൊക്കെ മുട്ട് നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇതിൻ്റെ വെയിറ്റും കൊണ്ട് ചട്ടി മറിയണതേ. ഇതിൽ ഞാൻ കരിക്കല്ലൊക്കെ ഇട്ടിട്ട് കണ്ടോ, കുറച്ച് വെയിറ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് രണ്ടാമത് ഞാനൊരു വലിയ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റിലേക്ക് ഇറക്കി വെച്ചതാണ്. ഒരു ഇഷ്ടികയൊക്കെ അടുത്ത് വെച്ച് മറിയാതിരിക്കാനൊക്കെ വെച്ചിട്ട് ഞാൻ. ഇത് തൂക്കിയിടാനൊന്നും പറ്റില്ല, പ്ലാന്റ് നിറയെ തൂക്കിയിട്ട് വീഴും. അല്ല, ഇത് നിറച്ച് ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അതിങ്ങനെ മറിയണത്. വേരും കമ്പുകളുടെ വെയിറ്റും ഒക്കെ കൂടിയിട്ട് ഇതിലൊക്കെ ഞാൻ കുറച്ച് കരിങ്കല്ലുകൾ വലുതിട്ടുണ്ട്. ഇത് പോട്ട് ചെയ്തിറക്കണത് ഓടും കഷ്ണവും കരിക്കട്ടയും കുറച്ച് ഞാൻ ചകിരി, ചോറൊക്കെ കളഞ്ഞിട്ട് നല്ല ചകിരി സാഫിലൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വേറൊരു തൈ. ഇതിലിത് മുട്ട് കണ്ട, ഇതൊരു കുഞ്ഞു തൈ വരുന്നു. അതിന് വേര് വന്നിട്ടില്ല, ചെറിയ തയ്യാണ്. ഇതിലും തൈയുണ്ട്. ഇതൊക്കെ ആ ഡെൻഡ്രോബിയത്തിൻ്റെയാണ്, ട്വിസ്റ്റഡിൻ്റെയാണ് കേട്ടോ. ഇത്രയും തൈകളുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ. ഇത് കണ്ടത് ഒരു വലിയ തൈ. ഇതിലിതാ മുട്ട്. ഇതിൻ്റെയൊക്കെ തലപ്പത്തുണ്ട്. ഇപ്പോൾ മുട്ട് പൂവിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ. അത് കാരണം പൂവില്ല. എല്ലാതിൻ്റെയും തലപ്പത്ത് കൂടെ കുറേശ്ശൊക്കെ മുട്ടുണ്ട് കേട്ടോ. ചിലതിൻ്റെയൊക്കെ മുട്ടുണ്ട്. ഇത് വേറൊരു ചട്ടിയിൽ പൊട്ടിച്ചത്. ഇതിന് ഞാൻ കൂടുതൽ ജൈവവളമാണ് ചെയ്യണത്. എല്ലാതും മാറി മാറി ചെയ്ത് കൊടുക്കലുണ്ട്. തേങ്ങ വെള്ളം എപ്പോഴെങ്കിലും പുളിപ്പിച്ചിട്ടൊക്കെ അത് നിറപ്പിച്ചിട്ട് സ്പ്രേ ചെയ്യും. മാറി മാറിയിട്ട് ചെയ്യലുണ്ട്. പിന്നെ ചെയ്യണത് മിറാക്കിൾ 20യുടെ 13, 27, 27 സ്പ്രേ ചെയ്യലുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും ഷെയറൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനിലും കൂടി ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, വേറൊരു വീഡിയോയിൽ വരാം. ബായ്.